പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം പാദാലയേശം അനിശം ഹൃദി ഭാവയാമേ. സർവചൈതന്യരൂപാം താം ആദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യാന്ന പ്രചോദയാത്. ഭാഗവത സത്രത്തിൻ്റെ ഭഗവത് കഥ അത് ശ്രവിക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ പ്രണാമം. ഭഗവാന്റെ കഥയല്ലാതെ ഈ ഒരു സംസാരത്തിൽ നിന്നും മോചനം നേടാൻ വേറൊരു ഉപായമില്ല. അതിനു വേണ്ടി പ്രയത്നിക്കേണ്ട ആവശ്യമില്ല. എന്തേ വേണ്ടൂ? ഈ ഒരു സത്സംഗത്തിൽ എത്തിച്ചേരാനൊന്ന് സാധിക്കുക. അവിടെ പറയുന്നതായിരിക്കുന്ന ആ കഥകളെ ഒന്ന് ശ്രദ്ധയോടെ കേൾക്കാൻ സാധിക്കുക. ഇത്രമാത്രം മതി ഒരു മനുഷ്യജന്മം ശ്രേയസ്കരമാക്കി തീർക്കാനായിട്ട് എന്ന് നമ്മുടെ ആചാര്യന്മാർ ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഈ വലിയൊരു സത്രവേദി, ഇങ്ങനൊരു അവസരം കിട്ടിയിട്ടും ഇവിടെ എത്താൻ സാധിച്ചില്ല എങ്കിൽ ആ ഒരു മനുഷ്യജന്മം കൊണ്ട് എന്താ പ്രയോജനം? ഇനി വരുന്ന കഥകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇത്. ഇപ്പോൾ ആചാര്യശ്രേഷ്ഠൻ പറഞ്ഞു നിർത്തി. എവിടെയാ പറഞ്ഞു നിർത്തിയത്? പുരഞ്ജനോപാഖ്യാനം എന്ന കഥ. കർമ്മകാണ്ഡത്തിൽ മാത്രം മുഴുങ്ങിയ ആ രാജാവിനെ കർമ്മകാണ്ഡം കൊണ്ട് ആ ഈശ്വരപദത്തിലേക്ക് എത്താൻ സാധിക്കില്ല രാജാവേ, മനസ്സിലാക്കൂ എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ജീവബ്രഹ്മ തത്വമാണ് പറഞ്ഞു കൊടുത്തത്. ആ ഒരു ജീവബ്രഹ്മ ഐക്യം എങ്ങനെ സാധിക്കാം? ആ ഈശ്വരനെ ഭജിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ എങ്ങനെയാ ഭജിക്കേണ്ടതെന്ന് തോന്നും. അപ്പോഴാണ് പറഞ്ഞു കൊടുത്തത്, ഈ ശരീരം ഞാനല്ല, ഈ ശരീരത്തിൽ കുടികൊള്ളുന്ന ഈശ്വരൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ആ ഈശ്വരനാണ്. ആ ഈശ്വരനെ നിങ്ങൾ മനസ്സിലാക്കൂ. കർമ്മം ചെയ്യുന്നത് ആരാണ്? ഈ ശരീരമാണ്. ശരീരം ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അടുത്തൊരു ജന്മമെടുക്കാൻ പാകത്തിന് വഴിയൊരുക്കും. അതുകൊണ്ട് കർമ്മകാണ്ഡത്തിൽ മുഴുങ്ങുമ്പോൾ അത് ഈശ്വര സേവയായിട്ട് തീർത്തില്ല എങ്കിൽ അത് പുനർജന്മത്തിന് വഴിയൊരുക്കും. അതുകൊണ്ട് രാജാവിനോട് പറഞ്ഞു, അങ്ങ് അനേകം യാഗം ചെയ്തു കഴിഞ്ഞു, പക്ഷെ എന്തു പ്രയോജനം കിട്ടി? അല്ലേ, അനേകം യാഗം ചെയ്തു എന്ന് വലിയൊരു ബോർഡിൽ വേണമെങ്കിൽ എഴുതിയിടാൻ സാധിക്കും. അല്ലാതെ എന്താ പ്രയോജനം ഉണ്ടായേ? ഒരു യാഗം ചെയ്ത് അത് ഭഗവത് സന്തോഷിക്കാനായിട്ട് ചെയ്താൽ ആ ഒരു യാഗം മതി. ഇത് കേട്ടതോടുകൂടി പ്രചേതസ്സുക്കളെ വരാൻ കാത്തു നിൽക്കാതെ കണ്ട് ആ പുരഞ്ജനൻ്റെ കഥ കേട്ട് ആ ബർഹിഷത്ത് എന്ന രാജാവ് ആ നിമിഷം, അല്ലേ, നമുക്ക് എത്ര കൊണ്ട് സാധിക്കും? ഇങ്ങനെ ഒന്ന് കേട്ട് കഴിഞ്ഞാൽ ഇനി ഞാൻ ഭഗവനെ ഭജിക്കും എന്നൊന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കുമോ? ഇദ്ദേഹം എന്താ ചെയ്തേ? സകലതും വെടിഞ്ഞു. ഇനിയിപ്പോൾ ഈ രാജ്യം, പ്രജകൾ എല്ലാം അവരവരുടെ കാര്യം, എനിക്കിനി ഭഗവത് ഭജനം മാത്രമേ ആഗ്രഹമുള്ളൂ എന്ന് സുനിശ്ചിതമായിട്ട് ഉറപ്പിച്ചുകൊണ്ട് ആരെയും കാത്തു നിൽക്കാതെ കണ്ട് ഭഗവത് ഭജനത്തിന് പോവാൻ സാധിച്ചു. നമുക്ക് പറ്റുമോ ഈ നിമിഷം കഥ കേട്ടിട്ട് നാളെ മുതൽ ഞാൻ ഭഗവാനെ ഭജിക്കും എന്ന് പറയാൻ? അല്ലേ, സത്സംഗത്തിൻ്റെ ഒരു മഹിമ ശ്രീ നാരദ മഹർഷി സത്സംഗത്തിന് ഒരു പ്രേരണ നൽകിയപ്പോൾ ആ ഒരു ജീവന് ഭഗവാന്റെ അടുത്തെത്താനായിട്ട് സാധിച്ചു. ആ പിന്നെ ചോദിക്കുന്നത് വിദുര മഹാശയനും മൈത്രേയ മഹർഷിയും തമ്മിലുള്ള സംവാദത്തിലാണ്.
പുരുഷാർത്ഥങ്ങളെ പ്രതിപാദിപ്പിക്കുന്നതായ ദക്ഷയാഗം, ധ്രുവചരിതം, പിന്നെയോ പൃഥുചരിതം, പുരഞ്ജനോപാഖ്യാനം. എന്തിനാ ഈ കഥകളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്? ഒരു മനുഷ്യ ജന്മം കിട്ടിയാൽ ശ്രേയസ്സിനായിട്ട് എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ഓരോ കഥകളിലൂടെയും മനസ്സിലാക്കൂ എന്ന് ഓരോ കഥകളിലൂടെ പടിപടിയായി ഉയർത്തുകയാണ് അല്ലേ. പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും. ഓരോ പടിയായിട്ട് ഉയരൂ. ഋഷീശ്വരന്മാർ എഴുതി തന്നിരിക്കുന്ന ഈ പുരാണങ്ങളെല്ലാം നമ്മൾക്ക് ഉയരാനായിട്ടുള്ളതാണ്, നമ്മുടെ മനസ്സിനെ ഉയർത്താനുള്ളതാണ്, മാനസിക ബലം ഉറപ്പിക്കാനുള്ളതാണ് എന്ന ഓരോ കഥകളിലൂടെയും നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പോഴാണ് വിതുര മഹാശയന് സംശയം വന്നത്. അല്ലയോ മൈത്രേയ മഹർഷിയെ, ഈ പ്രചേതസ്സുകള് 10,000 കൊല്ലം ആ മഹാദേവനെ ഗുരുവായിട്ട് കിട്ടിയിരിക്കണു. അവർക്ക് എന്തൊരു ഭാഗ്യമാണ് അവരുടെ. ഒരേ രൂപം, ഒരേ മനസ്സ്, കണ്ടാൽ തന്നെ ഒരേ ഭാവവും, എല്ലാം ഒരേ ആയിട്ട് 10 കുട്ടികൾ, 10 ഉണ്ണികൾ. അവരെ കാണുമ്പോൾ തന്നെ എന്ത് രസ. അങ്ങനെയുള്ള അവര് ഒരുമിച്ച് ചേർന്ന് പ്രജാസൃഷ്ടി നടത്താനായിക്കൊണ്ട് അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം അവര് തപസ്സിനായിട്ട് പുറപ്പെട്ടു. ആ അച്ഛൻ്റെ ഉപദേശം അനുസരിച്ച് ഉണ്ണികൾ തപസ്സിന് പുറപ്പെട്ടപ്പോൾ സന്തോഷിച്ചത് ആരാ? മഹാദേവനാണ്. അപ്പൊ എങ്ങനെ വരാണ്ടിരിക്കാൻ സാധിക്കും? മഹാദേവനെ അവരുടെ മുമ്പില്, ആ മഹാദേവനെ കണ്ടു കിട്ടിയ അവരുടെ ഒരു സന്തോഷമോ പറഞ്ഞറിയിക്കാൻ സാധിക്കുമോ? അവര് ആ മഹാദേവനെ കണ്ടതോടുകൂടി നമസ്കരിക്കുകയാണ്. മഹാദേവനിൽ നിന്നും ആ രുദ്രഗീതമെല്ലാം അവര് ഗുരുവായി സ്വീകരിച്ച് സ്വായത്തമാക്കിയിട്ട് 10,000 കൊല്ലം ആ സമുദ്രത്തിൻ്റെ ഉള്ളിൽ തപസ് ചെയ്തു. അപ്പോഴാണ് വിതുര മഹാശയൻ ചോദിച്ചത്, അതിനുശേഷം ആ പ്രചേതസ്സുകൾക്ക് ബ്രഹ്മപ്രാപ്തി കിട്ടി എന്നുള്ള സംശയമില്ല. മഹാദേവനെ കാണുന്ന ഒരാൾക്ക് ബ്രഹ്മപ്രാപ്തി കിട്ടാണ്ടിരിക്കുമോ? പക്ഷേ ആ കഥകളെയൊന്ന് എനിക്ക് വിസ്തരിച്ച് പറഞ്ഞു തരൂ മഹർഷി എന്ന് മൈത്രേയ മഹർഷിയോട് വിതുര മഹാശയൻ പറഞ്ഞു. അപ്പോഴാണ് ആ പ്രചേതസ്സുകളുടെ കഥ പറഞ്ഞു തുടങ്ങിയത്. അവരാ രുദ്രഗീതം ജപയജ്ഞമായി സ്വീകരിച്ചുകൊണ്ട് സമുദ്ര അന്തർഭാഗത്ത് നിന്നുകൊണ്ട് ആ ഗുരുവായൂരപ്പനെയാണ് ഭജിച്ചത്. അതിനുശേഷമോ ദശവർഷസഹസ്രാന്തേ പുരുഷസ്തു സനാതന തേഷാം ആവിരഭൂത് കൃച്ഛ്രം ശാന്തേന ശമയൻ രുജ. അവിടേക്ക് ഭഗവാൻ എത്തിച്ചേരുകയാണ്. കാശിഷ്ടുനാകനകവർണ്ണ വിഭൂഷണേന വ്രാജത് കപോലവദനോ വിലസത് കിരീടം അഷ്ടായുധൈരനുജനൈ മുനിഭിഃ സുരേന്ദ്രൈരാസേവിതോ ഗരുഡകിന്നരഗീതകീർത്തി. ഭഗവാന്റെ രൂപത്തെ വർണ്ണിച്ച് പറയുകയാണ് മൈത്രേയ മഹർഷി. ഗരുഡന്റെ പുറത്തേറിക്കൊണ്ട് പിന്നെയോ പലതരം മുനീശ്വരന്മാരാലും ഇന്ദ്രൻ മുതലായ ദേവന്മാരാലും അകമ്പടിയോടുകൂടി പല വിധത്തിലുള്ള രത്നങ്ങൾ അണിഞ്ഞുകൊണ്ട് കൗസ്തുകം, വനമാല, മഞ്ഞപ്പട്ട് ഇവയെല്ലാം അറിഞ്ഞുകൊണ്ട് ആ തപസ് ചെയ്യുന്നതായ പ്രചേതസ്സുകളുടെ മുമ്പിലേക്ക് ഭഗവാൻ ആവിർഭവിച്ചു. എന്നിട്ട് ഭഗവാൻ പറയുകയാണ്, വരം വൃണീധ്വം ഭദ്രം വോ യൂയം മേ നൃപനന്ദനാല്. ഉണ്ണികളെ, നിങ്ങൾക്ക് എന്താ വരം വേണ്ടത് ചോദിച്ചുകൊള്ളൂ. സൗഹാർദ്ദേന അമൃതധർമ്മ തുഷ്ടോഹം സൗഹൃദേനജ. നിങ്ങളുടെ ഈ ഒരേ മനസ്സോടുകൂടി ആ ധർമാചരണമുണ്ടല്ലോ, അതിനെ ഞാനിതാ പ്രശംസിക്കുകയാണ്. നിങ്ങൾ ചോദിച്ചോളൂ. ആരിലും കാണാത്ത ഒരു സൗഹാർദ്ദം നിങ്ങൾക്ക് ഒരേപോലെ ഒരേ മനസ്സോടുകൂടി ഒരേ രൂപത്തിലിതാ നിങ്ങൾ ധർമ്മത്തിലൂടെ എന്നെ ജപിച്ചിരിക്കുകയാണ്. നിങ്ങൾ എന്താണ് വേണ്ടത് വരം എന്ന് ചോദിച്ചോളൂ. അതിനു മുമ്പേ അങ്ങോട്ട് പറയുകയാണ് ഈ ഗുരുവായൂരപ്പൻ പറയുകയാണ്, യോ അനുസ്മരതി സന്ധ്യായാം യുഷ്മാൻ അനുദിനം നര തസ്യ ഭ്രാതൃഷ്വാത്മസാമ്യം
തഥാ ഭൂതേഷു സൗഹൃദം. ഈ പ്രചേതസ്സുകൾ ചൊല്ലിയതായ രുദ്രഗീതത്തെ ആരാണോ ഒന്ന് സ്മരിക്കുന്നത്, ഒന്ന് സ്മരിച്ചാൽ മതി. സാധിക്കുമോ നമുക്ക്? അതൊന്ന് സ്മരിച്ചാൽ തന്നെ അവർക്ക് എല്ലാവരിലും സൗഹൃദഭാവം ഉണ്ടായിത്തീരും. എല്ലാ ഈ കാണുന്ന ജീവജാലങ്ങളിലും അവർക്ക് സ്നേഹം ഉണ്ടായിത്തീരും. ഭഗവാന്റെ വാക്കാണ്. ഇതൊന്ന് സ്മരിച്ചാൽ മാത്രം മതി. ഇനി ഈ രുദ്രഗീതം ജപിക്കുകയാണെങ്കിൽ ആരാണോ 2 സന്ധ്യകളില് ഏതുമാം രുദ്രഗീതേന സായം പ്രാതസമാഹിത 2 സന്ധ്യകളിലായിട്ട് ജപിക്കുന്നത് അവരുടെ ദാസ്യേ കാമവനാൻ, എല്ലാ ആഗ്രഹങ്ങളും ഞാനിതാ കൊടുത്തിരിക്കും. ഭഗവാന്റെ വാക്കാണ്. ആരാണോ ഈ രുദ്രഗീതം മഹാദേവനാൽ പറയപ്പെട്ട് ഗുരുവായൂരപ്പനെ കീർത്തിക്കുന്നത് അവരുടെ ആഗ്രഹങ്ങളെല്ലാം ഞാനിതാ നടത്തിത്തരുന്നതാണ് എന്ന് അവിടെ വാക്കുകൊടുത്തു. എന്നിട്ട് പറഞ്ഞു, യദ്യൂയം പിതരാദേശം അഗ്രഹീഷ്മമുദാൻവിത. നിങ്ങളുണ്ടല്ലോ പ്രചേതസ്സുകളെ, ആ അച്ഛൻ്റെ വാക്ക് കേട്ടിട്ട്, അല്ലേ, അച്ഛൻ്റെ വാക്ക് അനുസരിക്കുന്ന പുത്രനാണ് ഉത്തമപുത്രൻ എന്ന് പറയും. അതേപോലെ നിങ്ങൾ അച്ഛൻ്റെ വാക്കനുസരിച്ച് പ്രജാസൃഷ്ടി ചെയ്യുന്നതിനായിട്ട് തപസ് ചെയ്യാൻ ഇങ്ങോട്ട് വന്നില്ലേ? നിങ്ങളുടെ കീർത്തി എല്ലാ ലോകത്തും നിറഞ്ഞു നിൽക്കും. കീർത്തിൽ ലോകാനനുഭവിഷ്യതി. എല്ലാ സ്ഥലത്തും ആ കീർത്തി, നിങ്ങളുടെ കീർത്തി പരക്കപ്പെടും. എന്നിട്ടോ ആ പ്രജാസൃഷ്ടി, ഇനി നിങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രജാസൃഷ്ടിയാൽ ഈ ലോകം മുഴുവനും നിറയും. ത്രിലോകിയും പൂരയിഷ്യതി. 3 ലോകങ്ങളിലും നിങ്ങളുടെ പ്രജകളാൽ നിറഞ്ഞു വരും എന്നവർക്ക് അനുഗ്രഹിച്ചു. എന്നിട്ട് പറഞ്ഞു, കണ്ടോ പ്രമ്ലോജയാ ലബ്ധ്വ. കണ്ടു മഹർഷിക്ക് പ്രമ്ലോജയിൽ ഉണ്ടായിരിക്കുന്ന കന്യ മാരിഷ എന്ന കന്യയെ നിങ്ങൾ വിവാഹം കഴിച്ചു കൊള്ളുക. അങ്ങനെ കുറച്ച് സുഖഭോഗങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ട് എന്നിലേക്ക് എത്തിച്ചേരുക എന്ന് പറഞ്ഞപ്പോൾ പ്രചേതസ്സുകൾ പറഞ്ഞു, ഭഗവാനെ, ഈ ആനന്ദത്തിൽ മുങ്ങിക്കിടന്ന ഞങ്ങളെ ഇനിയൊരു ഗൃഹസ്ഥാശ്രമത്തിലേക്ക് നയിച്ചാൽ ഒരുപക്ഷേ ആത്മവിസ്മൃതി വന്നാലോ? ആ ഭഗവാനെ ഒന്ന് വിസ്മരിക്കാനായിട്ട് ഇടവന്നാൽ എന്താ പ്രയോജനമുള്ളത് എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, എൻ്റെ തപസ് ചെയ്തതുകൊണ്ട് അങ്ങനെ ഒരു പതനം നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല. അങ്ങനെയൊന്ന് വന്നാൽ അതിന് തക്കതായ ഒരു ഗുരുവിനെയോ അവിടെ ഞാൻ പറഞ്ഞയക്കാം എന്ന് പറഞ്ഞ് അവിടെ മഹാവിഷ്ണു അവരെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ പ്രചേതസ്സുകൾ പറഞ്ഞു, ഭഗവാനെ, ഞങ്ങൾക്ക് ഒരേ ഒരു വരം മാത്രമേ വേണ്ടൂ, അല്ലേ? എല്ലാ ഭക്തന്മാരും ചോദിക്കുന്ന അതേ വരം, അചഞ്ചലമായ ഭക്തി. അതൊരിക്കലും എന്നിൽ നിന്നും വിടാതെ കണ്ട് എന്നിൽ എപ്പോഴും നിലനിൽക്കണം. ഏത് കർമ്മം ചെയ്യുമ്പോഴും എവിടെ ചെല്ലുമ്പോഴും ആ ഭഗവാനെ മറന്നുകൊണ്ടുള്ള ഒരു പ്രവൃത്തിയും ചെയ്യാനായിട്ട് ഇടവരരുതേ എന്ന് പ്രാർത്ഥിച്ചിട്ട് അവരൊരു ഗംഭീരമായ സ്തുതി അങ്ങ് സ്തുതിച്ചു. നമോ നമ ക്ലേശവിനാശനായ, എല്ലാവരുടെയും ദുഃഖങ്ങളായി അകറ്റുന്നതായിരിക്കുന്ന, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതായിരിക്കുന്ന എന്തെല്ലാം ഇവിടെ കാണുന്നുവോ അതെല്ലാം ഭഗവാനാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അവര് ആ ഭഗവാനെ നന്നായിട്ടങ്ങട് സ്തുതിച്ചു. ആ സ്തുതി കേട്ട് സന്തോഷിച്ച ഭഗവാൻ അവർക്ക് വേണ്ട വരങ്ങൾ നൽകിക്കൊണ്ട് അവിടെ നിന്ന് അന്തർധാനം ചെയ്തു. അങ്ങനെ ആ സമുദ്രാന്തർഭാഗത്ത് തപസ് ചെയ്തിരുന്നതായ ആ പ്രചേതസ്സുകൾ സമുദ്രത്തിൽ നിന്നും കരകയറി വന്നു. അവിടെ കണ്ട കാഴ്ച എന്തായിരുന്നു, അല്ലേ? പ്രാചീന ബർഹിഷ എന്ന് പറഞ്ഞ രാജാവ് ഇല്ലാതായിരിക്കുന്നു. മക്കളായിരിക്കുന്ന പ്രചേതസ്സുകൾ സമുദ്രാന്തർഭാഗത്ത് തപസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ രാജ്യം മുഴുവൻ മരങ്ങളെ കൊണ്ട് തിങ്ങി നിറഞ്ഞു. താമസിക്കാൻ ഇടമില്ലാത്ത ആ മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് കണ്ട ആ പ്രചേതസ്സുകളിൽ നിന്ന് തതോ അഗ്നിമാരുതോ രാജൻ അമുഞ്ചൻ മുഖതോരുഷ
കോപത്തോടു കൂടിയവരായിത്തീർന്ന ആ പ്രജേതസ്സുക്കളുടെ കണ്ണിൽ നിന്നും ആ അഗ്നി കാറ്റോടുകൂടി വീശി ആ വൃക്ഷങ്ങളെയെല്ലാം ചുട്ടുചാമ്പലാക്കാൻ തുടങ്ങി. വൃക്ഷങ്ങളെല്ലാം നശിക്കുന്നത് കണ്ടതായ ആ ബ്രഹ്മാവ് അവരുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഉണ്ണികളെ നിർത്തൂ. വൃക്ഷങ്ങളൊക്കെ ഭയന്നുപോയി. വേഗം അവരുടെ മകളായിരിക്കുന്ന മാരീഷയെ അവിടെ കൊണ്ടുവന്ന് ആ ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം ആ പ്രജേതസ്സുകൾക്ക് ചേർന്ന ഒരു പത്നിയാണ് നിങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വിവാഹം ചെയ്തു കൊടുത്തു. ആ വിവാഹത്തിൽ അവർക്ക് ഒരു ഉണ്ണി ജനിച്ചു. അദ്ദേഹമാണ് പ്രാജേതസ് ദക്ഷൻ. ഒരു ദക്ഷനെ നമുക്ക് നേരത്തെ അറിയാം അല്ലേ? ഏതാ ദക്ഷൻ? മഹാദേവനെ അപമാനിക്കപ്പെട്ട് തലയില്ലാണ്ടായിത്തീർന്ന മഹാദേവൻ ആ ആടിൻ്റെ തല വെച്ച് കൊടുത്തതായ ആ ദക്ഷനിത പ്രജേതസ്സുക്കളുടെ മകനായിട്ട് അടുത്തൊരു ജന്മത്തിൽ വന്ന് പിറന്നിരിക്കുന്നു. ഇങ്ങനെ കുറേ കാലം അവരവിടെ സുഖഭോഗങ്ങളെല്ലാം അനുഭവിച്ചു പ്രജേതസ്സുകൾ ഈ മാരിഷയോടുകൂടി. പെട്ടെന്നൊരു ദിവസം അവരാലോചിക്കുകയാണ്, ഈ സുഖഭോഗങ്ങളിൽ എത്ര കണ്ട് എന്തിരിക്കുന്നു ആനന്ദം. ഇതിനും മുമ്പ് ഞാൻ ആ സമുദ്രത്തിൽ അടിയിൽ കിടന്ന് ഞങ്ങളെല്ലാവരും ചേർന്ന് ആ സമുദ്രാന്തർ ഭാഗത്തിരുന്ന് തപസ് ചെയ്തു കഴിഞ്ഞപ്പോൾ കിട്ടിയ ഒരു ആനന്ദം ഇന്ന് നമുക്ക് ഇല്ലാണ്ടായിത്തീർന്നിരിക്കുന്നല്ലോ. ആ ഒരു ആനന്ദമാണ് എപ്പോഴും നമുക്ക് നിലനിൽക്കുന്നത്. ഞാൻ ഈ സുഖഭോഗങ്ങളിൽ കഴിഞ്ഞു പോയല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് അവര് മകനായിരിക്കുന്ന പ്രാജേതസ് ദക്ഷനെ ആ രാജ്യഭാരം ഏൽപ്പിച്ച് അമ്മയെ മകനെ ഏൽപ്പിച്ചുകൊണ്ട് 10 പേരും ഒരുമിച്ചങ്ങ് ഈശ്വര ഭജനത്തിനായി പുറപ്പെട്ടു. ഏതൊരു ഭക്തരും ഈശ്വര ഭജനത്തിനായി പുറപ്പെട്ടാൽ അവിടെ ആരെത്തിച്ചേരും? സാക്ഷാൽ നാരദ മഹർഷി. എന്തിയെ? നാരദ മഹർഷിക്ക് ഏറ്റവും പ്രിയം ഭക്തന്മാരെയാണ്. ഭഗവത് ഭക്തന്മാരാണോ? നാരദ മഹർഷി അവിടെ എത്തിയിരിക്കും. ഇവിടെയും എത്തിച്ചേർന്നു. നാരദ മഹർഷി അവിടെ എത്തിയപ്പോഴോ എന്തൊരു സന്തോഷം! സ്വാഗതം തേ സുരക്ഷേദ്യ. ആ നാരദ മഹർഷിയെ സ്വാഗതം ചെയ്തു. എന്നിട്ട് പറയാണ്, അദ്യ ദൃഷ്ട്യാനോ ദർശനം ഗത. ഇന്ന് ഞങ്ങൾക്ക് അങ്ങയെ ദർശിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ഭാഗ്യമാണ്. തവ ചംക്രമണം ബ്രഹ്മൻ അഭയായ യഥാരവേഹേ. അങ്ങ് ഈ സഞ്ചരിക്കുന്നത് ഭക്തന്മാരുടെ ദുഃഖമില്ലാണ്ടാക്കാനാണ്. ഭക്തന്മാരെ ഭഗവാനിലേക്ക് എത്തിക്കാൻ വേണ്ടിയല്ലേ അങ്ങ് ഇവിടെ സഞ്ചരിക്കുന്നത് എന്ന് നമുക്ക് നന്നായിട്ടറിയാം. അല്ലയോ നാരദ മഹർഷിയെ, ഞങ്ങൾ 10 പേരും ചേർന്ന് പണ്ട് ആ സമുദ്രാന്തർ ഭാഗത്ത് തപസ് ചെയ്യാൻ പോയപ്പോൾ സാക്ഷാൽ മഹാദേവൻ ഒരു രുദ്രഗീതം ഉപദേശിച്ചു തന്നിരുന്നു. ആ രുദ്രഗീതം ഉപദേശിച്ചു കഴിഞ്ഞ് അവിടെ പ്രത്യക്ഷപ്പെട്ടതായ ഗുരുവായൂരപ്പൻ, ആ ഗുരുവായൂരപ്പനെ ഞങ്ങൾ ഭജിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതാ ഈ ഭോഗസുഖങ്ങൾക്കിടയിൽ അതെല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അതുകൊണ്ട് ഈ സംസാരത്തിൽ നിന്നും കരകയറാനുള്ള ഒരു മാർഗം അല്ലയോ സുരേഷ് മഹർഷി അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ഇതായിരുന്നു നാരദ മഹർഷിയോട് അവർ ചോദിച്ചത്. നമുക്ക് ചോദിക്കാൻ സാധിക്കുമോ ഇങ്ങനൊരു ചോദ്യം? ഈ സംസാരത്തിൽ നിന്ന് കരകയറാൻ ഒരു മാർഗം ആരോടെങ്കിലും എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ആ പ്രജേതസ്സുകൾ അവർ പിതുരാദേശം കൊണ്ട് ഭഗവാനെ ഭജിച്ചത് കൊണ്ട് കിട്ടിയ ആ ഒരു ഭാഗ്യമാണ് അവർക്ക് ഇന്ന് അത് ചോദിക്കാൻ സാധിച്ചത്. ചെറുപ്പകാലങ്ങളിൽ ശീലിച്ചത് മറക്കൂല. അവർ ചെയ്ത തപസ് അവർ മറന്നില്ല. അതിനനുസരിച്ച് അവർക്ക് നല്ല ഒരു ഗുരുവിനെ കിട്ടി. അങ്ങനെ നാരദ മഹർഷിയിൽ നിന്നും അവർ ആ ആത്മോപദേശം നേടുകയാണ്. അപ്പം നാരദ മഹർഷി പറഞ്ഞു, തജ്ജന്മ താനി കർമാണി തദായോ തൻ മനഃ വചഃ നൃണാം യേനേക വിശ്വാത്മാ സേവ്യതേ ഹരിരീശ്വര. ഒരു മനുഷ്യന് ജന്മം കിട്ടിയാൽ
അത് ഈശ്വര പ്രീതിക്കായിട്ട് സമർപ്പിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ആ ഒരു ജന്മം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ദീർഘായുസ്സുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതിൽ ഒരു ഈശ്വര ഭജനം നടത്തിയില്ല എങ്കിൽ ആ ആയുസ് കൊണ്ട് ഒരു പ്രയോജനമില്ല. അനേകം കർമ്മങ്ങൾ ജീവിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട്. ആ കർമ്മങ്ങളെല്ലാം ഈശ്വര പ്രീതിക്കായിട്ട് തീർന്നില്ല എങ്കിൽ ആ കർമ്മം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഏതൊരു മനസ്സാണോ ഈശ്വരനെ സ്മരിക്കുന്നത്, ഏതൊരു വാക്കാണോ ഈശ്വരനെ പ്രീതിപ്പെടുത്തുന്നത്, ആ ഒരു വാക്കിനെയാണ് നിങ്ങൾ നേടേണ്ടിയിരിക്കുന്നത് എന്ന് പ്രജേതസ്സുകൾക്ക് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നമുക്ക് നമ്മുടെ ബലം കൊണ്ട്, തപസ് കൊണ്ട്, നമുക്കിടെ ധനം കൊണ്ട്, നമ്മുടെ ഐശ്വര്യം കൊണ്ട്, നല്ലൊരു വിദ്യ കൊണ്ട്, അല്ലേ, ആയുസ്, ബലം, നമുക്ക് എല്ലാം ഉണ്ടായിരിക്കാം. ഇതെല്ലാം ഉണ്ടായിട്ടും ഈശ്വര ഭജനം ഒന്ന് കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഉണ്ടായിട്ടും ഒരു പ്രയോജനവുമില്ല. എൻ്റെ പ്രജേതസ്സുകളെ മനസ്സിലാക്കൂ. നിറയെ ധനമുണ്ട്, അത് ഈശ്വര പ്രീതിക്കായിട്ട് ചെലവാക്കിയില്ലെങ്കിൽ ആ ധനം കൊണ്ട് എന്ത് പ്രയോജനം, അല്ലേ? ഇതെല്ലാമാണ് ശ്രീ നാരദ മഹർഷി പ്രജേതസ്സുക്കൾക്ക് പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എല്ലാത്തിലും ആ ഈശ്വരനെ കാണാൻ സാധിക്കണം. യഥാ തരോർ മൂലനിഷേചനേന തൃപ്യന്തി തത് സ്കന്ധഭുജോപശാഖാഹ. ഒരു വൃക്ഷത്തിൻ്റെ കടയ്ക്കല് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിന് ശിരകൾ വരുന്നു, അല്ലേ, അതിന് നല്ല പുഷ്ടി വരുന്നു. അതിൻ്റെ ആ ശാഖകളിലൊക്കെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ല. അതിൻ്റെ കടയ്ക്കൽ വെള്ളം ഒഴിച്ചാൽ മാത്രം മതി. അതിന് വേണ്ടതായിട്ടുള്ള എല്ലാ സ്ഥലത്തും ആ ശക്തി അതിന് നേടാൻ സാധിക്കുന്നു. അതുപോലെ പ്രാണോപഹാരാച്ച യതേന്ദ്രിയാണാം തദൈവ സർവാർഹണം അച്യുതേജ്യഃ. പ്രാണന് വേണ്ടി ആഹാരം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരം പുഷ്ടിപ്പെടുന്നില്ലേ? ഇന്ദ്രിയങ്ങൾ പുഷ്ടിപ്പെടുന്നില്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് ഭഗവത് അർപ്പണമായി ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും നൽകിയ പോലെയായി തീരുന്നതാണ് എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ദയയാ സർവഭൂതേഷു, എല്ലാ ജീവജാലങ്ങളിലും അല്പം ഒരു ദയ. അതുപോലെ സന്തുഷ്ട്യാ യേന കേനവ, ജീവിതത്തിൽ വരുന്നതായ സുഖദുഃഖങ്ങളെയെല്ലാം ഭഗവാന്റെ പ്രസാദമായി കണ്ടുകൊണ്ട് സന്തോഷത്തോടുകൂടി, മനസ്സമാധാനത്തോടുകൂടി, സുഖം വന്നാലും ദുഃഖം വന്നാലും അത് ഭഗവാന്റെ പ്രസാദമാണ്. താൻ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമല്ലേ തനിക്ക് കിട്ടുകയുള്ളൂ. ചെളിയിൽ കല്ലെറിഞ്ഞാൽ ആ ചെളി ആരുടെ മേൽക്കാ വന്ന് ചേരണേ? നമ്മുടെ മേൽക്ക് തന്നെ വന്ന് ചേരും. അതുപോലെ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലമായിട്ട് വരുന്നതായ സുഖദുഃഖങ്ങളെയെല്ലാം അത് താൻ ചെയ്തതാണ്, അത് ഭഗവത് പ്രസാദമായിട്ട് കണ്ടുകൊണ്ട് സന്തോഷത്തോടു കൂടി ജീവിക്കണം. പിന്നെയോ സർവേന്ദ്രിയോപശാന്ത്യാച, എല്ലാ ഇന്ദ്രിയങ്ങളെയും ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് തുഷ്യത്യാശു ജനാർദ്ദന, ഇത്രയും ചെയ്താൽ മതി ആ ഗുരുവായൂരപ്പൻ സന്തോഷിക്കാനായിട്ട്. ഇത്രയും ചെയ്യേണ്ടതുള്ളൂ ആ ഗുരുവായൂരപ്പനെ ഒന്ന് സന്തോഷിപ്പിക്കാനായിട്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് നാരദർ പറഞ്ഞു, അവിടെ നിന്നുകൊണ്ട് ബ്രഹ്മലോകത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. നാരദരിൽ നിന്നും ഉപദേശം മേടിച്ചതായ ആ പ്രജേതസ്സുകൾ ഭഗവാനെ ഭജിച്ചുകൊണ്ട് ഭഗവാന്റെ പദത്തിലേക്ക് എത്തിച്ചേർന്നു. അപ്പോഴാണ് മൈത്രേയ മഹർഷി, വിതുരൻ മഹാശയൻ മൈത്രേയ മഹർഷിയോട് പറയുന്നത്, എവിടെന്നാ ഈ പ്രജേതസ്സുകളുടെ കഥയുടെ ഉത്ഭവം? ഈ പ്രജേതസ്സുകൾക്ക് ധ്രുവന്റെ കഥ പ്രജേതസ്സുകൾ നടത്തുന്ന സത്രത്തിൽ, അവർ സത്രം നടത്തിയിട്ടാണ് നടത്തുമ്പോഴാണ് അവിടെ നാരദ മഹർഷി എത്തിച്ചേർന്നത്. അങ്ങനെ നടത്തി വരുന്നതായ ആ സത്രത്തിൽ നാരദ മഹർഷി വന്ന് ആ
പ്രചേതസ്സുകൾക്ക് ഭഗവാന്റെ ആ ഭക്തി എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രീ ധ്രുവകുമാരൻ്റെ കഥ. 5 വയസ്സുള്ള കുട്ടി 6 മാസം കൊണ്ട് ഭഗവാനെ കാണാൻ സാധിച്ചുവെങ്കിൽ എന്നുള്ള ആ ഭക്തിയുടെ മഹാത്മ്യം മുടങ്ങുന്നതായ ആ ധ്രുവചരിതം ഈ പ്രചേതസ്സുക്കളെ പറഞ്ഞു കേൾപ്പിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് കാത്തേ പ്രചേതസോ നാമ കസ്യാപത്യാനി സുബ്രത. വിദുരമഹാശയൻ ചോദിച്ചത്, ആരാണ് ഈ പ്രചേതസ്സുകള്? അവരെന്തിനാണ് ഈ ധ്രുവന്റെ കഥ കേട്ടത്? അവിടെ നിന്നാണ് തുടങ്ങിയത്. അവിടെ വെച്ച് ആ ധ്രുവന്റെ അച്ഛനായിരിക്കുന്ന ഉത്താനപാദ മഹാരാജാവിന്റെ കഥ പറഞ്ഞു കൊടുത്തു. അല്ലെ, ഉത്താന മഹാരാജാവിന്റെ കഥയിലാണ് ധ്രുവകുമാരൻ ജനിക്കുന്നത്. അങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോ വിദുര മഹാശയൻ ഈ പുരുഷാർത്ഥം അടങ്ങിയ ഈ കഥകൾ മുഴുവൻ കേട്ട് സന്തോഷിച്ച് തനിക്ക് വേണ്ട ആത്മജ്ഞാനം ഇതാ തൻ്റെ മൈത്രേയ മഹർഷിയാൽ ലഭിച്ചിരിക്കുന്നു എന്ന ആ ആനന്ദത്തോടു കൂടി മൈത്രേയ മഹർഷിയെ നമസ്കരിച്ചുകൊണ്ട് ഹസ്തിനപുരത്തേക്ക് ചെല്ലുകയാണ്. എന്തിനാ ചെല്ലുന്നത് ഹസ്തിനപുരത്തേക്ക്? അവിടെയുണ്ട് തൻ്റെ ഒരു ജ്യേഷ്ഠൻ, അല്ലേ, കണ്ണ് കാണാത്ത ധൃതരാഷ്ട്രർ. നാരദ മഹർഷി ഇങ്ങനെ ഉപദേശിച്ച് എല്ലാവരും ഭഗവാന്റെ അടുക്കൽ എത്തുമെങ്കിൽ താനും ഒന്ന് ഉപദേശിച്ചു നോക്കട്ടെ. ആ ധൃതരാഷ്ട്രർക്കും ഭഗവാനിൽ എത്തിച്ചേരാൻ സാധിച്ചാലോ? ജനിച്ച അന്ന് മുതൽ തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ ആ ധൃതരാഷ്ട്രർ. പക്ഷേ വിദുരന്റെ ഉപദേശം കൊണ്ട് ആ നിമിഷം അവിടെ നിന്നിറങ്ങി ഭഗവത് പാദത്തിൽ എത്തിച്ചേർന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടതാണത്. എപ്പോഴാണോ ഭഗവാന്റെ കഥ നമ്മളുടെ ചെവികളിലൂടെ നമ്മുടെ ഹൃദയത്തിൽ എത്തുന്നത്, അന്ന് മുതൽ നമ്മൾ ഭജനം ആരംഭിക്കണം. അങ്ങനെ ആരംഭിച്ചു കഴിഞ്ഞാൽ എത്തിക്കും ഭഗവാൻ. നമ്മളെ പോവേണ്ട ആവശ്യമില്ല. ഒന്ന് തുറന്ന് അതിലേക്ക് പ്രവേശിച്ചാൽ മതി. കൈ പിടിച്ചു കൊണ്ടുപോവാൻ ഭഗവാൻ എത്തും. നാരദ മഹർഷിയെ പറഞ്ഞേക്കും. അങ്ങനെ ആ ഉപദേശം ഈ വിദുര മൈത്രേയ സംവാദത്തിലൂടെ ഈ പുരുഷാർത്ഥങ്ങളെ ആകുന്ന കഥകളെയൊക്കെ പറഞ്ഞ് വിദുരമഹാശയനെ പറഞ്ഞേക്കുക. അതിനു മുമ്പ് പറഞ്ഞു, ഇനിയും ഞാൻ പറഞ്ഞു തരാട്ടോ കഥകള്, പ്രിയവ്രതന്റെ ചരിതം പറഞ്ഞു തരാം. പക്ഷെ അതൊന്നും കേൾക്കാൻ നിൽക്കാണ്ട് തൻ്റെ ജ്യേഷ്ഠനെ കാണാനായിക്കൊണ്ട് ആ വിദുരമഹാശയൻ ഹസ്തിനപുരത്തേക്ക് പോയി. ഇത് കേട്ടോണ്ടിരുന്നതായ പരീക്ഷിത്ത് രാജാവിന് വന്നു സംശയം. അല്ലേ, പരീക്ഷിത്ത് രാജാവ് സംശയം വിടുമോ? വിദുരർക്ക് കേൾക്കാൻ സമയമില്ല, അങ്ങോട്ട് പോവേണ്ടി വന്നു. എന്നാ പരീക്ഷിത്ത് മഹാരാജാവ് പറയാ, അല്ലയോ മഹാരാജാവേ, എനിക്ക് കേൾക്കണം ആ പ്രിയവ്രതന്റെ കഥ. എന്തേ കാരണം? പ്രിയവ്രത മഹാരാജാവ് പേര് പോലെ തന്നെ പ്രിയത്തിൽ വ്രതമുള്ളവനായിരുന്നു. ഭഗവാനിൽ മാത്രം തൻ്റെ മനസ്സിനെ കൊണ്ടുപോകണമെന്ന് നിശ്ചയിച്ച ആളായിരുന്നു. ആ ആത്മാരാമൻ എന്നാ പറഞ്ഞിരിക്കണേ. പിന്നെ എങ്ങനെയാണ് അദ്ദേഹം ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചത്? അദ്ദേഹം ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചു എന്ന് മാത്രമല്ല, പിന്നീട് അദ്ദേഹം ഭഗവത് പാദത്തിലേക്ക് എത്തിച്ചേർന്നു. അപ്പോഴാണ് പരീക്ഷിത്ത് മഹാരാജാവിന് സംശയം. അതെങ്ങനെയാ മഹർഷേ ഗൃഹസ്ഥാശ്രമവും ഭഗവാന്റെ ഭക്തിയും കൊണ്ടു കടക്കാൻ സാധിക്കുക? ഭഗവാന്റെ ഭക്തി ഉള്ളിൽ വന്ന് ആത്മാരാമന്മാരായി ജീവിക്കുന്ന ഒരു മനുഷ്യന് ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിക്കാൻ സാധ്യതയില്ല. ഗൃഹസ്ഥാശ്രമത്തിൽ സുഖഭോഗങ്ങൾ കുടുങ്ങിയിരിക്കുന്ന ഒരു ജീവന് ആത്മാരാമനാകാൻ സാധിക്കുകയില്ല. ഇത് നിശ്ചയമാണ്. പിന്നെ എങ്ങനെയാണ് ഈ പ്രിയവ്രത മഹാരാജാവ് ഗൃഹസ്ഥാശ്രമത്തിൽ രമിച്ചു എന്നും അതുപോലെ ഭഗവത് പാദത്തിൽ എത്തിച്ചേർന്നു എന്നും എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോഴാണ് പ്രിയവ്രതോ ഭാഗവത ആത്മാരാമകഥം മുനെ ഗൃഹേ അരമതയന്മൂല കർമ്മബന്ധപരാഭവ. പ്രിയവ്രതോ ഭാഗവത. പ്രിയവ്രതൻ വ്രതത്തിൽ പ്രിയമുള്ളവൻ മാത്രമായിരുന്നില്ല, ഭഗവാന്റെ കഥകളെ അനുസ്യൂതം അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു. ആത്മാരാമ, ആത്മാവിൽ രമിക്കുന്നവനാണ്. ആത്മാവിൽ രമിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ രമിക്കുന്ന ആളായിരുന്നു. ഭഗവാനിൽ രമിച്ച് അതിൽ സന്തോഷം കണ്ടെത്തുന്ന ആളായിരുന്നു. ആ ആള് ഗൃഹേ അരമതയന്മൂലഹ, ഗൃഹത്തിൽ രമിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ, അവിടെ കർമ്മബന്ധമല്ലേ ഉണ്ടാകുക? എനിക്കത് വിസ്തരിച്ച് പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞപ്പോൾ ഇനിയും ചോദിക്കുകയാണ്, നൂനം മുക്തസംഗാനാം
അല്ലെ? സത്സംഗത്തെ നിസ്സംഗത്വമാണ്. സത്സംഗം കൊണ്ട് നേടേണ്ടത് നിസ്സംഗത്വമാണ്. നിസ്സംഗത്വം നേടിയ ആള് പിന്നെ ഒരു സംഘത്തിൽ ചെന്ന് ചേരാൻ ആഗ്രഹിക്കുമോ? ഇല്ല. പിന്നെ എങ്ങനെയാ ഈ ഭാര്യ, കുട്ടികള്, രാജ്യസ്ഥാനം, ഇങ്ങനെ പ്രജകള്, ഇങ്ങനെയാകുന്ന പലതരത്തിലുള്ള കുടുക്കിൽ ചെന്ന് പെട്ടത്? താദൃശാനാം ദ്വിജശവ ഗൃഹേശ അഭിനിവേശോയം പുംസാംഭവിതുമർഹതി മഹതാം ഖലു വിപ്രശേ. മഹത്തുക്കള് എപ്പോഴും എന്താ ആഗ്രഹിക്കുക? ഉത്തമ ശ്ലോകപാതയോഹോ ഛായാം നിർവൃതം ചിത്താനാം. ആ ഉത്തമ ശ്ലോകനായിരിക്കുന്ന ഗുരുവായൂരപ്പൻ്റെ ആ ഒരു നിഴലിനെ പിന്തുടർന്നു കൊണ്ടുപോകുന്നവരാണെങ്കിൽ കുടുംബേ സ്പൃഹാമതി. എങ്ങനെയാ കുടുംബത്തിൽ ഇരിക്കാൻ സാധിക്കുക? അല്ലേ? നല്ലൊരു വെയിലത്ത് നമ്മൾ നടന്നു വരുമ്പോൾ ഒരു വൃക്ഷത്തണൽ കണ്ട് അതിൻ്റെ അടിയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ആനന്ദം എന്ന് പറഞ്ഞായിരിക്കാൻ സാധിക്കുമോ? ഇതെല്ലാവരും അനുഭവിച്ചിട്ടുണ്ടാവില്ലേ? അങ്ങനെ ആ ഭഗവാനാകുന്ന ഛായയിൽ കഴിഞ്ഞിരുന്നവനായിരുന്നു പ്രിയവ്രത മഹാരാജാവ്. ആ ഛായയെ, ആ ഒരു സുഖത്തെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെയായി കുടുംബത്തിലെ ബന്ധങ്ങളിൽ ചെന്ന് പെടാൻ സാധിച്ചത്? സംശയോയം മഹാൻ ബ്രഹ്മൻ. ഈ വലിയൊരു സംശയത്തെ എനിക്ക് നിവർത്തി ചെയ്തു തന്നാലും ധാര ഗാര സുധാദിശോ ഭാര്യ പുത്രൻ ഗൃഹം ഇങ്ങനെയാകുന്ന ആ ബന്ധനത്തിൽ എങ്ങനെയാണ് ചെന്ന് പെട്ടത് എന്ന്. അതുമാത്രമല്ല, കൃഷ്ണേജമതിരച്യുത, ആ ഭഗവാനിൽ നല്ല ഭക്തിയും ഉണ്ടായിരുന്നു. സിദ്ധിരഭൂത്, അദ്ദേഹം സിദ്ധനായിത്തീരുകയും ചെയ്തു. ഇതൊന്നും എനിക്ക് ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ആ വിസ്തരിച്ച് അങ്ങ് പറഞ്ഞു തന്നാലും എന്ന് പറയുകയാണ്. പറഞ്ഞു ബാധമുക്തം. ശേഷുക ബ്രഹ്മർഷി പറയാണ്, അല്ലയോ പരിശുദ്ധ രാജാവേ, നീ പറഞ്ഞത് വളരെ ശരിയാണ്. ബാധമുക്തം, നിന്റെ ചോദ്യം നല്ലത് തന്നെയാണ്. ഉത്തമ ശ്ലോകസ്യ ശ്രീമച്ചരണാരവിന്ദ മകരന്തരസ ആവേശിത ചേതസോ ഭാഗവത പരമഹംസദൈത കഥാം കിഞ്ചിത് അന്തരായ വിഹിതാം സ്വാം ശിവതമാം പദവിം ന പ്രായേണ ഹിൻവന്തി. ഒരിക്കലും ആ ഭഗവാന്റെ ശ്രീമച്ചരണാരവിന്ദമാകുന്ന ആ മകരന്തരസത്തിൽ ആവേശിതനായിരിക്കുന്ന ഭാഗവത പരമഹംസന് കിഞ്ചിതന്തരായ വിഹിതാം ഒരിക്കലും ഈ ഒരു ഗൃഹാശ്രമത്തിൽ വരാനായിട്ട് താല്പര്യമുണ്ടായില്ല. അദ്ദേഹം എന്ത് ചെയ്തു? അച്ഛൻ ആദ്യം തന്നെ പറഞ്ഞു, മകനെ, മൂത്ത മകനാണ് സ്വയംഭൂ മനുവിൻ്റെ, രണ്ടാമത്തെ മകനാണ് ഉത്താനപാദൻ. മൂത്ത മകനായിരിക്കുന്ന പ്രിയവ്രതനോട് പറഞ്ഞു, രാജ്യഭാരം ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ, എനിക്ക് ആത്മാനന്ദത്തിൽ രമിക്കാനാണ് ഇഷ്ടം, അതുകൊണ്ട് എന്നെ അനുവദിക്കണം എന്ന് പറഞ്ഞ് അത് സ്വീകരിക്കാണ്ട് നാരദസ്യ ചരണോപസേവയാ അഞ്ജസാവഗത, ശ്രീനാരദ മഹർഷിയുടെ സേവ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഗന്ധമാദന പർവ്വതത്തിലുള്ള ആശ്രമത്തിൽ പോയിരുന്ന് അദ്ദേഹത്തെ നാരദ മഹർഷിയെ സേവിച്ചുകൊണ്ട് ആ പരമാനന്ദത്തിൽ അങ്ങനെ അദ്ദേഹം കഴിഞ്ഞു. അപ്പോൾ ആർക്കാ ദുഃഖം ഉണ്ടായത്? അല്ലെ, ഏതെങ്കിലും ഒരു അച്ഛമ്മമാർ വിടുമോ തൻ്റെ മക്കള് വിവാഹം കഴിക്കാതെ നിന്നാൽ? അതുപോലെ ഈ സ്വയംഭൂ മനുവിനും തൻ്റെ മകൻ വിവാഹം കഴിച്ചിട്ടില്ലല്ലോ. പിന്നെ ഒരു കാര്യമുണ്ടായിരുന്നു, അദ്ദേഹത്തിന് അറിയാമായിരുന്നു സ്വയംഭൂ മനുവിന് പ്രിയവ്രതന് നല്ല കഴിവുണ്ട് രാജ്യഭരണം ചെയ്യാൻ. ഇങ്ങനെ കഴിവുള്ള ഒരാള് ആ ഭഗവാനെ രമിച്ചു കൊണ്ടിരുന്നാൽ എങ്ങനെയാ ഒരു രാജ്യഭരണം? നല്ല കഴിവുള്ള ആള് ഭരിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താവും? അപ്പം അദ്ദേഹം എന്ത് ചെയ്തു? തൻ്റെ അച്ഛനായിരിക്കുന്ന ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയി. പ്രിയവ്രത മഹാരാജാവിൻ്റെ മുത്തച്ഛനായിരിക്കുന്ന ബ്രഹ്മാവിൻ്റെ അടുക്കൽ ചെന്ന് പരാതി പറഞ്ഞു. അപ്പോൾ ബ്രഹ്മാവത താഴേക്ക് ഇറങ്ങിയവരാണ്. ഗഗന തല ഉടുപതി റിവ വിമാനാവലിഭിഹി അനുപദം അമര പരിവൃടൈഹി പരിപൂജ്യമാന. എന്തൊരു രസമായിട്ടാ! ഒരു ഉദിച്ചു വരുന്ന സൂര്യനെ പോലെ, ആകാശത്തിൽ ഉദിച്ചു നിൽക്കുന്ന സൂര്യനെ പോലെ വിമാനത്തിലേറി അമരന്മാരാൽ ദേവന്മാരാൽ പരിവൃടനായിക്കൊണ്ട് ആ വരുന്ന വഴിക്ക് സിദ്ധഗന്ധർവ സാധ്യചാരണ മുനികളാൽ
സ്തുതികളൊക്കെ ചെയ്തുകൊണ്ട് ആ ബ്രഹ്മദേവൻ പ്രിയവ്രതൻ്റെ അടുക്കല് ഗന്ധമാദന പർവ്വതത്തില് നാരദന്റെ ആശ്രമത്തിലേക്ക് എത്തിച്ചേർന്നു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ശ്രീ നാരദ മഹർഷിക്ക് സന്തോഷമായി, പ്രിയവ്രത മഹാരാജാൻ സന്തോഷമായി. അദ്ദേഹം രണ്ടുപേരും അങ്ങോട്ട് നമസ്കരിച്ചു കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, ശ്രീ ഭഗവാൻ ഉവാച നിബോധ താത ഇതം ഹൃദം ബ്രവീമി. ഉണ്ണീന്നാ വിളിച്ചേ അല്ലേ? പേരക്കുട്ടികളെ അങ്ങനെയല്ലേ നമ്മൾ വിളിക്കുക? നമ്മുടെ പേരക്കുട്ടികളെയൊക്കെ എങ്ങനെയാ വിളിക്കുക? നമ്മുടെ കുട്ടികളെ തന്നെ നമ്മൾ വിളിക്കും. അപ്പോൾ പിന്നെ പേരക്കുട്ടികളെ എങ്ങനെയാ വിളിക്കുക? ഇവിടെയും അതുപോലെ ബ്രഹ്മാവ് താത, അല്ലയോ ഉണ്ണി, നിബോധ മനസ്സിലാക്കിയാലും ഹൃദം ബ്രവീമി, ഞാനൊരു സത്യം പറഞ്ഞു തരാം. എന്താ സത്യം? നാരായണൻ പറഞ്ഞു തന്നതായ ആ സത്യത്തെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. അതാണ് ശ്രീ ഭഗവാനുവാച, അല്ലെങ്കിൽ ബ്രഹ്മോവാച എന്നാ വരേണ്ടത്. ബ്രഹ്മാവാണ് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ശ്രീ നാരായണനാൽ പറഞ്ഞു തന്നതായ ആ സത്യത്തെ ഞാനിതാ നിനക്ക് പറഞ്ഞു തരാം. വയം ഭവാസ്നേ തത ഏഷ മഹർഷിഭിർ വഹാമ സർവേ ദിവശായസ്യ ദിഷ്ടം. ഈ ഞാൻ അതാരാത്? ഞാൻ ബ്രഹ്മാവാണെങ്കിലും ഭവഹ മഹാദേവനാണെങ്കിലും ഏഷ നീയാണെങ്കിലും മഹർഷിഹി ഈ ഇരിക്കുന്ന നിന്റെ ഗുരു ഉണ്ടല്ലോ നാരദ മഹർഷിയാണെങ്കിലും വിവശായസ്യദിഷ്ടം, ഏതൊരു ഭഗവാന്റെ ആജ്ഞ അനുസരിച്ചാണോ അവർ പ്രവർത്തിക്കുന്നത് അത് പ്രവർത്തിക്കേണ്ടതാണ്. ആ ആജ്ഞയെ അനുസരിച്ചല്ലാതെ ഈ ലോകത്തിൽ ആർക്കും ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുകയില്ല. ഏതൊരു ഈശ്വരൻ്റെ ഇച്ഛയനുസരിച്ചാണോ നമ്മളൊക്കെ ഇവിടെ എത്തിയിരിക്കുന്നത്, ആ ഒരു ഇച്ഛയ്ക്ക് വിപരീതമായിക്കൊണ്ട് ഒന്നും തന്നെ ചെയ്യാൻ എനിക്കോ നിനക്കോ ഈ നാരദർശിക്കോ ആരാലും സാധിക്കുകയില്ല. കാബിലത്തിൽ പറഞ്ഞില്ലേ, യത് ഭയാൽ വാദിവാദോയം സൂര്യസ്തപതി യത് ഭയാൽ വർഷതിന്ദ്രോ ദഹത്യഗ്നിർ മൃത്യുശ്ചരിതി യത് ഭയാൽ. ആരെ ഭയന്നിട്ടാണോ സൂര്യൻ ഉദിക്കുന്നത്, ആരെ ഭയന്നിട്ടാണോ അഗ്നി ജ്വലിക്കുന്നത്, ആരെ ഭയന്നിട്ടാണോ ഈ വായു സഞ്ചരിക്കുന്നത്, എന്തിനു പറയുന്നു മൃത്യു പോലും ആരെ ഭയന്നിട്ടാണോ അവൻ്റെ കൃത്യങ്ങൾ ചെയ്യുന്നത്, അതെല്ലാം ആ ഈശ്വരൻ്റെ ഇച്ഛ കൊണ്ടാണ് എന്ന് നീ മനസ്സിലാക്കണം. ഇനി ഒരാൾ വിചാരിക്കുകയാണ് തപസ് കൊണ്ട് ഞാൻ നല്ല തപസ് ചെയ്ത് എന്തും നേടിയെടുക്കാൻ സാധിക്കും. കശ്ചിത് തപസ വിദ്യയാ, പല അറിവുകളും എനിക്ക് നേടിയെടുക്കാൻ സാധിക്കും. എന്നാൽ യോഗവീര്യേണ യോഗശക്തി കൊണ്ട് നേടാൻ സാധിക്കും. മനീഷയാവ ബുദ്ധി കൊണ്ട് ഞാൻ നേടിയെടുക്കാൻ സാധിക്കും. അല്ലെങ്കിലോ നൈവ അർത്ഥധർമ്മേഹേ ഐശ്വര്യം കൊണ്ട് ഞാനിതാ എനിക്ക് വേണ്ടതെല്ലാം ഞാൻ നേടിയെടുക്കും. പരതഹ മറ്റൊരാളെ ആശ്രയിച്ച് ഞാൻ നേടിയെടുക്കും. സ്വതഹ ഞാൻ എൻ്റെ കഴിവ് കൊണ്ട് നേടിയെടുക്കും എന്നൊക്കെ വിചാരിക്കുന്നത് വ്യർത്ഥമാണ്. ഏതൊരു ഭഗവാന്റെ ഇച്ഛയില്ലയോ ആ ഇച്ഛയ്ക്കനുസരിച്ചല്ലാതെ എന്ത് തന്നെ ഉണ്ടെങ്കിലും ആർക്കും അതിനെ തടയാൻ സാധിക്കില്ല. ആ ഒരു ഭഗവത് ഇച്ഛയ്ക്ക് വിപരീതമായിട്ട് ഒന്നും തന്നെ നേടാൻ സാധിക്കുകയില്ല. തനുഭൃത് ശരീരം, അതാ പറഞ്ഞത്, ശരീരം സ്വീകരിച്ച ആർക്കും തന്നെ എന്തൊക്കെ ഉണ്ടെങ്കിലും ആ ഭഗവാന്റെ ഇച്ഛയൊന്നും കൂടെ ഇല്ലെങ്കിൽ അവർക്ക് വിചാരിച്ചൊന്നും നടക്കാൻ സാധിക്കില്ല. ഇത് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും ഇല്ലേ? നമുക്ക് പറയാൻ പറ്റുമോ ഇന്ന സ്ഥലത്ത് ഇനി അടുത്ത ജന്മത്തിൽ ഞാൻ ഇന്ന സ്ഥലത്ത് ജനിക്കും? ഈ ജന്മത്തിൽ നമ്മൾ നേടാൻ സാധിച്ചത് നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ടോ? നേടണം എന്ന് വിചാരിച്ചത് ഞാൻ പഠിച്ചതനുസരിച്ചുള്ള ജോലി എനിക്ക് കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ അവരവർ തന്നെ ചിന്തിച്ചാൽ മതി. ഇതെല്ലാം ഈശ്വര ഇച്ഛ കൊണ്ട് നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമനുസരിച്ച് നമ്മളെ നിയോഗിച്ചിരിക്കുകയാണ് ഭഗവാൻ. അതല്ലാതെ അപ്പുറത്തൊന്നും ചെയ്യാൻ പറ്റില്ല എൻ്റെ പ്രിയവ്രത എന്ന് പ്രിയവ്രതനോട് ബ്രഹ്മാവ് പറഞ്ഞു. പിന്നെയോ എങ്ങനെയാണ് അതൊന്ന് മനസ്സിലാക്കി തരാൻ സാധിക്കുക? യത് വാചിതന്ത്യാം ഗുണകർമ്മധാമപി
സുദുസ്തരൈ വത്സ വയം സുയോജിതാഹ സർവേ വഹാമോ ബലിമീശ്വരായ പ്രോത നസീവ ദ്വിപദേ ചതുഷ്പദേ. ഒരു കാളയെ മൂക്കുകയറിട്ടുകൊണ്ട് ഒരു മനുഷ്യൻ തൻ്റെ ആജ്ഞ അനുസരിച്ച് ആ കാളയെ ചലിപ്പിക്കുന്നത് പോലെ വേദത്തിലെ വിധി നിഷേധങ്ങളാകുന്ന ആ ഭഗവാന്റെ വാക്കുകൾ വെച്ചുകൊണ്ട് വാക്കുകളാകുന്ന ആ കയറുകൊണ്ട് ആ ചക്ഷുഷ്മദാന്ത ഇവ നീയമാനാഹ. ഒരു ഉദാഹരണം കൂടി പറഞ്ഞു തരികയാണ്. കുറെ അന്ധന്മാർക്ക് ഒരു സ്ഥലത്ത് എത്തിച്ചേരണമെന്ന് വിചാരിക്കുക. ആ അന്ധന്മാരെ കൊണ്ടുപോണത് ആരായിരിക്കും? അല്ലെ, കണ്ണുള്ളവർക്കല്ലാണ്ട് കണ്ണില്ലാത്തവരെ യഥാസ്ഥാനത്ത് എത്തിക്കാൻ സാധിക്കുമോ? എത്ര കണ്ട് പരിശ്രമിച്ചാലും സാധിക്കാത്തതായ ആ ഒരു കാര്യത്തെ നമ്മൾക്കാർക്കും മാറ്റാൻ സാധിക്കുകയില്ല. ചക്ഷുഷ്മദാന്ത ഇവ നീയമാനാഹ. എങ്ങനെയാണോ കണ്ണുള്ള ഒരു മനുഷ്യൻ കണ്ണില്ലാത്തവരെ തൻ്റെ യഥാസ്ഥാനത്ത് കൊണ്ട് എത്തിച്ചേർക്കുന്നത്, അതുപോലെ ആ കണ്ണുള്ളവനെ എവിടെ കൊണ്ടുപോകുന്നോ അവിടേക്ക് പോവാൻ മാത്രമേ കണ്ണില്ലാത്തവർക്ക് സാധിക്കുകയുള്ളൂ എന്ന് നീ മനസ്സിലാക്കൂ പ്രിയവ്രത. ഈ ഒരു കാര്യം കൂടി പറയാണ്. മുക്തോപിതാമൽ ഭിബ്രിയാസ്വദേഹം ആരബ്ധമസ്നൻ അഭിമാന്യശൂന്യഃ യഥാനുഭൂതം പ്രതിയാത നിദ്രഹ കിം തു അന്യദേഹായ ഗുണാന്ന വൃങ്ക്തേ. അല്ലെ, ജീവൻ മുക്തരായവരെ നമ്മൾ കാണാറുണ്ട്. എല്ലാം ത്യജിച്ചുകൊണ്ട് ആത്മാനന്ദത്തിൽ മുഴുകിയിരിക്കുന്നവരെ നമുക്ക് കാണാം. അവർക്കില്ലേ ഈ പ്രാരബ്ധം? തീർച്ചയായിട്ടുമുണ്ട്. അവരും പ്രാരബ്ധം അനുഭവിക്കേണ്ടത് തന്നെയാണ്. അവരനുഭവിക്കുക തന്നെ ചെയ്യും. പക്ഷേ അവരുടെ അനുഭവത്തിൽ വരുന്ന മാറ്റം വേറെ ആയിരിക്കും, നമ്മളെ പോലെ ആയിരിക്കില്ല. എങ്ങനെയാ? യഥാനുഭൂതം പ്രതിയാത നിദ്രഹ കിം തു അന്യദേഹായ ഗുണാൻ ന വൃങ്ക്തേ. സ്വപ്നം കാണാറുണ്ട് അല്ലേ നമ്മൾ? സ്വപ്നം കണ്ടു കഴിയുമ്പോൾ, സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാ നമുക്ക് സ്വപ്നത്തെ നമുക്ക് ഏത് രീതിയിൽ ആ സ്വപ്നം കണ്ടതിനെ നമ്മൾ നിരീക്ഷിക്കുക? ഇതൊരു സ്വപ്നം മാത്രമായിരുന്നില്ലേ? ഇതുപോലെ ജീവൻ മുക്തരായവർ, ആത്മാവിൽ രമിക്കുന്നവർ, അവർക്ക് വരുന്ന സുഖദുഃഖങ്ങളെയെല്ലാം ഈ സ്വപ്നത്തിൽ കണ്ട പോലെ അവര് കാണാൻ സാധിക്കുന്നു. ഇതെല്ലാം ഭഗവത് നിശ്ചയമാണ്. അത് വന്നോട്ടെ, അത് അതുപോലെ പോയിക്കൊള്ളുകയും ചെയ്യും. ഇനിയിപ്പോ ഒരു കാര്യം കൂടി ഉണ്ട്. ഭയം പ്രമത്തസ്യ വനേഷ്വപി സ്യാൽ യതസ്സാസ്തേ സഷത്സപത്നഃ ജിതേന്ദ്രിയസ്യ ആത്മരതേർബുധസ്യ ഗൃഹാശ്രമക്കിം नु കരോത്യവധ്യം. നമുക്കിപ്പോ ഗൃഹസ്ഥാശ്രമത്തില് കുറെ ബുദ്ധിമുട്ടുകളൊക്കെ വന്ന് നമ്മൾ ഇനി ഗൃഹം വിട്ടു പോവുകയാണ് വനത്തിലെ എന്ന് പറഞ്ഞ് വിചാരിച്ചുകൊണ്ട്, അതിനെ പേടിച്ചുകൊണ്ട് വനത്തിൽ പോയിരുന്നു എന്നിരിക്കട്ടെ. എന്താ സംഭവിക്കുക? യതസ്സാസ്തേ സഹഷട്സപത്നഃ. 6 പത്നിമാരോടുകൂടി അത്ര ഒരു ജീവൻ സഞ്ചരിക്കുന്നത്. ഏതായ 6 പത്നിമാര്? പഞ്ചേന്ദ്രിയങ്ങളും കണ്ണ്, ചെവി, മൂക്ക്, ത്വക്ക് ഇങ്ങനെയാകുന്ന 5 പഞ്ചേന്ദ്രിയങ്ങളോടുകൂടി അതിന് ചേർന്ന് നിൽക്കുന്നതായ മനസ്സോടുകൂടി നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അതിങ്ങനെ കൊണ്ട് നടക്കുന്ന ആ സമയത്ത് ആ ഇന്ദ്രിയങ്ങളെ ജയിക്കാതെ കണ്ട് കാട്ടിൽ പോയി നമ്മൾ ഭയന്ന് കാട്ടിൽ പോയിരുന്നാലും അവിടെയും നമുക്ക് സമാധാനം എന്നുള്ളത് കിട്ടാൻ പോകുന്നില്ല. ഈ 6 ഇന്ദ്രിയങ്ങളെയും ജയിച്ച ഒരാൾക്ക് എവിടെ ഇരുന്നാലും എവിടെ ഇരുന്നാലും അഗ്നീന്ദ്ര ഒന്നിനെയും പേടിക്കേണ്ടി വരില്ല. ഇനി അങ്ങനെ ജയിക്കണമെന്നുണ്ടെങ്കിൽ യത്സപത്നാൻ വിജിഗീഷമാണോ ഗൃഹേഷു നിർവിശ്യയതേത പൂർവം. ആദ്യം തന്നെ ഈ 6 ശത്രുക്കളെ ജയിക്കണമെങ്കിൽ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്നറിയോ പ്രിയവ്രത? ഗൃഹാശ്രമം സ്വീകരിക്കുക. ആ ഗൃഹാശ്രമത്തിൽ സുഖഭോഗങ്ങളെയൊക്കെ അനുഭവിച്ചുകൊണ്ട് ഇത് വെറും തുച്ഛമാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എവിടെ ഇരുന്നാലും എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? അത്യേതി ദുർഗാശ്രിത ഊർജിതാരിൻ ശേനേഷു കാമം വിചരേത് വിപശ്ചേത്.
ഒരു രാജാവ് യുദ്ധം ചെയ്യാനായിട്ട് പുറപ്പെടുമ്പോൾ ഒരു കോട്ട കെട്ടിയിട്ട് അതിനുള്ളിൽ സുരക്ഷനായി ഇരുന്നു കൊണ്ട് ആ യുദ്ധത്തിൽ ജയിക്കുന്നത് പോലെ ഈ ഗൃഹത്തിൽ വസിച്ചുകൊണ്ട് എല്ലാ സുഖഭോഗങ്ങളെയും അനുഭവിച്ചുകൊണ്ട് ഇതെല്ലാം തുച്ഛമാണെന്ന് മനസ്സിലാക്കി ആ ഭഗവത് പാതാരവിന്ദങ്ങളാകുന്ന ആ കോട്ടയെ ആശ്രയിക്കുകയാണെങ്കിൽ നമുക്ക് എന്തിനേയും ജയിക്കാൻ സാധിക്കും. അത് ഗൃഹസ്ഥാശ്രമവും അതുകൊണ്ട് ജയിക്കാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. അതൊന്നും കൂടി ഓർപ്പിച്ച് പറയാണ്. ത്വം ത്വബ്ജനാഭാംഗ്രി സരോജ കോശദുർഗാശ്രിതോ നിർജിത ഷട്സപത്നഃ. ഭഗവത് പാതാരവിന്ദങ്ങളാകുന്ന ആ കോട്ടയെ, ഭഗവത് പാതാരവിന്ദങ്ങളാകുന്ന ആ കോട്ടയെ ആശ്രയിച്ച് ഇങ്ങനെ മനസ്സിനെ ജയിച്ച് ഇന്ദ്രിയങ്ങളെയും ജയിച്ച് ഭുങ്ക്ഷ്വേഹ ഭോഗാൻ പുരുഷാദധിഷ്ഠാൻ വിമുക്ത സംഘ പ്രകൃതിം ഭജസ്വ. എല്ലാ സംഘത്തിൽ നിന്നും ഇതിലൊന്നും ഒട്ടലില്ലാതെ, അല്ലെ, ഒരു താമരയിൽ വെള്ളമിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ ഒട്ടലില്ലാതെ അതിലിങ്ങനെ ഓടി നടക്കണ പോലെ, അതുപോലെ നമുക്കും ഈ ഗൃഹസ്ഥാശ്രമത്തില് യാതൊരു ഒട്ടലും ആരോടും ഇല്ലാതെ കണ്ട് വിമുക്ത സംഘനായി ആ ഗൃഹസ്ഥാശ്രമം ഭരിച്ച് ഭഗവാനെ ഭജിച്ച് ഭഗവാന്റെ പാതാരവിന്ദങ്ങളാകുന്ന കോട്ടയെ ആശ്രയിക്കുകയാണെങ്കിൽ അവന് ഗൃഹസ്ഥാശ്രമവും തടസ്സമല്ല. അതുകൊണ്ട് നീ നിന്റെ അച്ഛൻ്റെ വാക്ക് കേട്ട് ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുകയാണ് വേണ്ടത് പ്രിയവ്രത എന്ന് ബ്രഹ്മാവ് ശ്രീനാരായണന്റെ വാക്കുകളെയെല്ലാം ആ പ്രിയവ്രതന് പറഞ്ഞു കൊടുത്തു. ഇത് കേട്ടതോടുകൂടി പ്രിയവ്രതൻ ഗൃഹസ്ഥാശ്രമം, പ്രിയവ്രതനുണ്ട് അവിടെ, നാരദ മഹർഷിയുണ്ട്, പിന്നെ ആരൊക്കെ ഉണ്ട് അവിടെ? സ്വയംഭൂമനും ഉണ്ട്. നാരദ മഹർഷിയെ ആശ്രയിച്ചതായിരിക്കുന്ന ആ പ്രിയവ്രതൻ തന്നെ വിട്ട് ഗൃഹസ്ഥാശ്രമത്തിൽ സ്വീകരിക്കാൻ പോകുന്നു എന്ന് കണ്ടിട്ട് ദുഃഖിച്ചോ? ഇല്ല. താനിതാ ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ മനസ്സിൽ ആനന്ദിച്ചു കൊണ്ടിരിക്കുന്നു, ഇനി തനിക്ക് ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കേണ്ടി വന്നല്ലോ എന്ന് പ്രിയവ്രതൻ ദുഃഖിച്ചോ? അതുമില്ല. ഇതൊക്കെ ഭഗവാന്റെ നിശ്ചയമാണ് എന്ന് പ്രിയവ്രതനെ മനസ്സിലാക്കിക്കൊണ്ട് ആ ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിക്കുകയാണ്. വിശ്വകർമാവിന്റെ മകളായിരിക്കുന്ന ഊർജസ്വതിയെ വിവാഹം കഴിച്ച് അതില് 10 പുത്രന്മാരുണ്ടായി. ആഗ്നേന്ദ്ര, ഇത്മജിക്വ, യജ്ഞബാഹു, മഹാവീര, ഹിരണ്യരേത, കൃതവൃഷ്ട, സവന, മേധാതി, വീതിഹോത്ര, കവയഃ. അതിൽ കവിർ, മഹാവീരൻ, സവനൻ, ഈ 3 പേര് ആത്മവിദ്യയെ തേടി ആത്മാരാമന്മാരായി പോയി. ബാക്കി 7 പേരാണ് ഈ പ്രിയവ്രതന്റെ രാജ്യം സ്വീകരിച്ചത്. അങ്ങനെ ആ പ്രിയവ്രതൻ ബർഹിഷ്മതി എന്ന കുമാരിയെ സ്വീകരിച്ച് അനേക കാലം സുഖഭോഗങ്ങളിൽ മുഴുകി. ആ സമയത്ത് അദ്ദേഹത്തിനൊരു അതിശയം തോന്നി. എന്താ അതിശയം? സൂര്യൻ ഇങ്ങനെ മേരുപർവ്വതത്തെ പ്രദക്ഷിണം വെക്കുമ്പോൾ ഒരു ഭാഗത്ത് ഇരുട്ട്, മറുഭാഗത്ത് പ്രകാശം. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? പ്രിയവ്രതൻ തൻ്റെ തപസ് കൊണ്ട് നേടിയെടുത്തതായ ദ്വിതീയൈവ പതംഗ എന്ന് പറഞ്ഞിരിക്കണേ, വേറൊരു സൂര്യനെ പോലെ ഉള്ള ആ രഥത്തിൽ കയറി സൂര്യനിങ്ങനെ കറങ്ങുമ്പോൾ സൂര്യൻ്റെ പുറകെ ഇങ്ങനെ കറങ്ങി ഇരുട്ടുള്ള ഭാഗം മുഴുവൻ എപ്പോഴും പ്രകാശമാക്കിക്കൊണ്ട് ആ രാജ്യത്തുള്ളവരെയൊക്കെ കർമ്മത്തിനായിട്ട് പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ 7 പ്രാവശ്യം ആ മേരുപർവ്വതത്തെ ഈ പ്രിയവ്രതൻ തൻ്റെ രഥം കൊണ്ട് ഓടിച്ച് പരിചംക്രമണം ചെയ്തു. അങ്ങനെ 7 തവണ പ്രദക്ഷിണം വെച്ചപ്പോൾ ആ രഥങ്ങളുടെ ചക്രങ്ങൾ പോയ ഭാഗം മുഴുവൻ സമുദ്രങ്ങളായിട്ടും ആ സമുദ്രങ്ങളുടെ ബാക്കി ഭാഗം ദ്വീപുകളായിട്ടും മാറി. അങ്ങനെ ആ ദ്വീപുകളെയെല്ലാം തൻ്റെ മക്കളായിരിക്കുന്ന 7 പേരെ ഏൽപ്പിച്ച് അദ്ദേഹത്തിനൊരു മകളും ഉണ്ടായിരുന്നു, ഊർജസ്വതി എന്ന പേര്. ആ മകളെ ശുക്രമഹർഷിക്ക് വിവാഹം കഴിച്ചു കൊടുത്ത് അദ്ദേഹം പെട്ടെന്നൊരു ദിവസം
ഈ സുഖഭോഗങ്ങളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കെ പെട്ടെന്നൊരു ദിവസം അദ്ദേഹത്തിന് ജ്ഞാനോദയമുണ്ടായി. എന്താ ജ്ഞാനോദയം? ഞാൻ നാരദ മഹർഷിയുടെ ആശ്രമത്തിൽ എത്ര കണ്ട് ആനന്ദത്തിൽ മുഴുകിയിരുന്നുവോ, ഇന്ന് ആ ആനന്ദമെല്ലാം എവിടെ പോയി? ഈ സുഖഭോഗങ്ങളിൽ മുഴുകി ആ പരമമായിരിക്കുന്ന ആനന്ദം, ഇതിൽ ഈ ഗൃഹത്തിൽ വസിക്കുമ്പോൾ രാജാവായിരിക്കുമ്പോൾ സുഖഭോഗങ്ങൾ ഇല്ല എന്നല്ല, അതിനേക്കാൾ നല്ലൊരു സുഖം ലഭിച്ചു കൊണ്ടിരുന്നതായ തനിക്ക് ഇന്ന് അത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നല്ലോ എന്ന് അദ്ദേഹം ചിന്തിച്ച് ആ നിമിഷ നേരം തന്നെ ആ ഒരു മനസ്സിൽ അതൊന്ന് ഉദിച്ചതോടുകൂടി സകലതും ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം നാരദസ്യ പദവിയും പുനരേവ അനുസസാര, എല്ലാം അങ്ങ് തൻ്റെ മക്കളെ ഏൽപ്പിച്ചുകൊണ്ട് നാരദ മഹർഷിയെ ഉപദേശത്തിനായിട്ട് ആ നാരദ മഹർഷിയുടെ അടുക്കലേക്ക് ചെന്നു. അപ്പൊ പറയാണ്, പ്രിയവ്രതകൃതം കർമ്മ കോനുകുര്യാൽ വിനേശ്വരം യോ നിമ്നൈരകരോച്ഛായാം ഹ്രൻ സപ്തവാരിധീൻ. ഇങ്ങനെ സപ്തസമുദ്രങ്ങളും സപ്തദ്വീപുകളും ഒക്കെ ഉണ്ടാക്കാനുള്ള ആ ഒരു ശക്തി ഈശ്വരനല്ലാണ്ട് മറ്റാർക്കാ സാധിക്കുക? അങ്ങനെ ഈശ്വരനെ ഭജിച്ചുകൊണ്ട് ഈശ്വര ശക്തി നേടിയ ആ പ്രിയവ്രതം ചെയ്ത ഒരു കർമ്മത്തെയും ഇനി ഒരാൾക്കും എവിടെയും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാകുകയില്ല എന്ന് പറഞ്ഞ ആ പ്രിയവ്രത മഹാരാജാവിൻ്റെ മഹത്വം നമുക്ക് പറഞ്ഞു തരികയാണ്. എന്തിനാ ഈ പ്രിയവ്രത മഹാരാജാവിൻ്റെ മഹത്വം നമുക്ക് പറഞ്ഞു തന്നത്? നമ്മളും ഗൃഹസ്ഥാശ്രമന്മാരാണ്. ഈ ഗൃഹസ്ഥാശ്രമത്തിൽ വസിച്ചുകൊണ്ട് നമുക്കും ഈശ്വരപദത്തിൽ എത്താൻ സാധിക്കും എന്ന് നമുക്ക് കാണിച്ചു തരികയാണ്. നമുക്ക് വന്നു ചേരുന്നതായിട്ടുള്ള സകലതിനെയും ഈശ്വര അർപ്പണമാക്കിക്കൊണ്ട് ആ വന്നു ചേരുന്ന സുഖത്തിലും ദുഃഖത്തിലും തനിക്ക് ബന്ധമില്ലാത്ത രീതിയിൽ ഇതെല്ലാം ഈശ്വരേച്ഛയാ, ഈശ്വരൻ്റെ പ്രസാദമായിട്ട് ഒരു ഗൃഹസ്ഥാശ്രമത്തിൽ വസിക്കുന്ന ആർക്കും ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ള ആ മഹത്തായ ഒരു സന്ദേശം ഈ പ്രിയവ്രത ചരിതത്തിലൂടെ നമുക്കെല്ലാവർക്കുമായിട്ട് പരീക്ഷിത്ത് മഹാരാജാവ് അനുഗ്രഹിച്ച് കേൾപ്പിച്ച് തന്നിരിക്കുകയാണ്. ആ ഒരു അനുഗ്രഹം നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ. ഈ ഒരു സത്രവേദിയിൽ ഇങ്ങനെ ഒരു ഭഗവാനെ കുറിച്ച് ഭഗവത് ഭക്തന്മാരുമായിട്ടുള്ളൊരു സംഘം, ഭഗവത് സംഖ്യാനാം മർത്യാനാം യുമുദായുഷ, ഭഗവത് സംഘമാണ്. ഭക്തന്മാരുമായിട്ടുള്ള സംഘത്തിലൂടെയാണ് ഭഗവാന്റെ സംഘം ലഭിക്കുക. അങ്ങനെയുള്ളവർ വേറൊന്നും തന്നെ ആശ്രയിക്കില്ല. ഇങ്ങനെ ഒരു അവസരം തന്ന് ഈ ഒരു സത്രവേദി ധന്യമാക്കി തീർത്ത സശ്രദ്ധം കേട്ടിരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഞാൻ എൻ്റെ വാക്കുകൾ സമർപ്പിക്കുകയാണ്. ആ ഭഗവാന്റെ അനുഗ്രഹം ഈ സത്സംഗവേദിയിലൂടെ ഈ സത്രം കഴിയുമ്പോൾ എന്തെങ്കിലും ഒന്ന് നമ്മുടെ മനസ്സിലും അതിൽ നിന്ന് ലഭിക്കുമാറാകട്ടെ, നമ്മുടെ ജീവിതവും ശ്രേയസ്കരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെല്ലാം ഭഗവാന്റെ പാദത്തിലേക്ക് സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയർവാം ബുദ്ധ്യാത്മനാ വാ പ്രകൃതൈ സ്വഭാവാൻ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.